പ്രൈസ് ദി ലോർഡ്. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. പ്രിയമുള്ളവരെ, യേശു സ്നേഹമാണ്. യേശു ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവമാണ്. ഏത് സാഹചര്യങ്ങളുടെ മുമ്പിലാണ് ഇന്ന് ഈ വചനം കേൾക്കുന്നതെങ്കിലും ഇന്ന് ഞാൻ ഉറപ്പോടെ പറയാം, യേശു ക്രിസ്തുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. സാഹചര്യങ്ങളെ മാറ്റുവാൻ, അത്ഭുതങ്ങൾ ചെയ്യുവാൻ യേശുവിന് സാധിക്കും. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ അവിടെ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. ഈ വചനം വായിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞ കാര്യങ്ങൾ 3 കാര്യങ്ങൾ. 1, സ്വന്തമായി നമ്മൾ നമ്മളെ തന്നെ വിധിക്കാറുണ്ട്. 2, മറ്റുള്ളവർ നമ്മളെ വിധിക്കാറുണ്ട്. 3, മറ്റുള്ളവരെ നാം വിധിക്കാറുണ്ട്. ഈ 3 വിധിയും പാടില്ല. മറ്റുള്ളവർ നമ്മെ വിധിക്കുന്നുണ്ടെങ്കിൽ, മാർക്കിടുന്നുണ്ടെങ്കിൽ അത് നമ്മെ ബാധിക്കുന്ന കാര്യമല്ല. ഇവനല്ലെങ്കിൽ ഇവൾ മാക്സിമം ഇവിടം വരെ ഉള്ളൂ എന്ന് ലോകം വിധിക്കുന്ന വിധി നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമാകുകയില്ല. ലോകം നമ്മളെക്കുറിച്ച് പറയുന്ന ചില വിധികൾ നമ്മുടെ ചെവിയിൽ കേട്ടേക്കാം. നാം കേൾക്കുന്ന ആ വിധിയിൽ കുടുങ്ങിപ്പോകരുത്. നാം കേൾക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ കയറ്റരുത്. ലോകം പറയുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ലോകം വിധിച്ചോട്ടെ, ആ വിധിയെ മൈൻഡ് ചെയ്യരുത്. ആ വിധി, ലോകം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കടക്കരുത്. പിന്നെ 2, സ്വന്തമായി നാം നമ്മളെ തന്നെ വിധിക്കരുത്. എനിക്ക് കഴിവില്ല, അറിവില്ല, ഒന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് വിധിക്കരുത്. നാം നമ്മെ തന്നെ നോക്കിയാൽ ബലഹീനമായിരിക്കും. സ്വന്തം കഴിവ് നോക്കി വിധിക്കരുത്. ലോകക്കാർ മുഴുവൻ നമ്മളെക്കുറിച്ച് വിധി എഴുതിയാലും നമുക്കൊന്നും സംഭവിക്കത്തില്ല. എന്നാൽ സ്വന്തമായി നമ്മളെക്കുറിച്ച് നാം വിധി എഴുതി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ഞാൻ ഇവിടം വരെ ഉള്ളൂ. നമ്മളെക്കുറിച്ചുള്ള നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ്. എനിക്കിതിനപ്പുറം പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നാം നമ്മളെ ബ്ലോക്ക് ചെയ്യുകയാണ്. നമ്മളെക്കുറിച്ചുള്ള നെഗറ്റീവ് വിധികൾ നാം വിധിച്ച്. അങ്ങനെ ചെയ്യരുത്. സ്വന്തം കഴിവ് നോക്കി വിധിക്കരുത്. അകത്ത് വന്നിരിക്കുന്ന യേശുവിലൂടെ നാം നമ്മെ കാണുക. നമ്മുടെ അകത്ത് ഉയർത്തെഴുന്നേറ്റ് യേശു വന്നിട്ടുണ്ടോ? യേശു ജയാളിയായി തീർന്നതിനാൽ നമ്മുടെ അകത്തിരിക്കുന്ന യേശുവിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നാം നമ്മെ കാണുക. വചനം പറയുന്നത് എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയമുണ്ട്. യേശു ക്രിസ്തുവിലൂടെ നിങ്ങളെ കാണുക. നാട്ടുകാർ നിങ്ങളെ കാണുന്ന കണ്ണിലൂടെ കാണാതെ യേശു ക്രിസ്തുവിലൂടെ കാണുക. നാട്ടുകാർ നിങ്ങളുടെ മക്കളെക്കുറിച്ച് നെഗറ്റീവ് കാര്യമായിരിക്കും പറഞ്ഞിരിക്കുന്നത്, അതിലൂടെ കാണാതെ യേശു ക്രിസ്തുവിലൂടെ മക്കളെ കാണുക. യേശു ക്രിസ്തുവിലൂടെ തലമുറകളെ കാണുക. നാട്ടുകാർ തലമുറകളെക്കുറിച്ച് നെഗറ്റീവ് വിധികളായിരിക്കും പറയുന്നത്, എന്നാൽ അത് പറയരുത്. അവരുടെ കൂടെ ചേർന്ന് നിങ്ങളും തലമുറകളെ വിധിക്കരുത്. അവർ നെഗറ്റീവ് പറഞ്ഞോട്ടെ, എന്നാൽ നിങ്ങൾ വിളിച്ചു പറയുക, നിങ്ങളുടെ തലമുറകൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവിൽ പ്രസിദ്ധരായി തീരുമെന്ന് വിളിച്ചു പറയുക. ഹല്ലേലൂയ. അവരോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ക്രിസ്തുവിൽ വലിയവരാകും, നിങ്ങൾ ലോകത്തിൽ ഉന്നതരായി തീരും എന്ന് അവരുടെ ഹൃദയത്തിൽ കയറത്തക്ക വണ്ണം അവരോട് പറഞ്ഞു കൊടുക്കുക. ഹല്ലേലൂയ. 7-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു: നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ, മറ്റുള്ളവരെ വിധിക്കാൻ പോകരുത്. മറ്റുള്ളവരെ വിധിക്കുകയാണെങ്കിൽ ആ വിധിയാൽ നിങ്ങളും വിധിക്കപ്പെടും. മറ്റുള്ളവരുടെ മക്കളെ നിങ്ങൾ വിധിക്കരുത്. അവരുടെ തെറ്റുകൾ നിങ്ങളുടെ കണ്ണിൽ കണ്ടാലും വേറെ ചെന്ന് 4 പേരോട് പറയരുത്. അവരെ വിധിക്കരുത്. അവർ അവിടം വരെ പോകാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞ് വിധിക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മക്കളും വേറൊരാളാൽ വിധിക്കപ്പെടും, നിങ്ങളും വേറൊരാളാൽ വിധിക്കപ്പെടും. ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ഓർക്കും പലപ്പോഴും ഇതൊന്നും ആരും കാണുന്നില്ല, ഞാൻ പറഞ്ഞ ആളും കേട്ട ആളും മാത്രമേ ഞങ്ങൾ 2 പേരുമേ അറിഞ്ഞിട്ടുള്ളൂ എന്ന് ഓർക്കും. എന്നാൽ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു:
അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനായുള്ളവേ, നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. അന്യനെ വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. മറ്റുള്ളവരെക്കുറിച്ച് വിധി പറയുന്ന താങ്കൾ, മറ്റുള്ളവർ അത് ചെയ്യുന്നില്ല എന്ന് പറയുന്ന താങ്കളും അത് ചെയ്യാതിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ഉറപ്പോടെ പറയാം, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. ആ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുദിനം ക്രിസ്തുവിൽ വളരുവാൻ സാധിക്കും. അനുദിനം നമുക്ക് നല്ലതായി തീരുവാൻ ഓരോ നിമിഷവും കഴിഞ്ഞ വർഷം പറഞ്ഞ കാര്യങ്ങൾ ഈ വർഷം പറയാതെ, കഴിഞ്ഞ വർഷം ചെയ്ത തെറ്റുകൾ ഈ വർഷം ചെയ്യാതെ വേണം ഓരോ നിമിഷവും ഓരോ ദിവസവും പെർഫെക്റ്റായിട്ട് ക്രിസ്തുവിൽ വളരുവാൻ സാധിക്കും. എന്നാൽ ഒരു ദിവസം കൊണ്ടെല്ലാം സാധിക്കുമോ? ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അനുദിനമുള്ള പരിശുദ്ധാത്മാവുമുള്ള ബന്ധത്തിൽ നമുക്ക് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. എഫേസ്യർ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു, ക്രിസ്തു എന്ന തലയോളം നമുക്ക് വളരുവാൻ ഇടയായിത്തീരും. എങ്ങനെ? നിരന്തരമുള്ള ദൈവവചന വായനയിലൂടെയും പരിശുദ്ധാത്മാവിലുള്ള ബന്ധത്തിലൂടെയും ക്രിസ്തു എന്ന തലയോളം നമുക്ക് എത്തുവാൻ സാധിക്കും. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ കർത്താവെ, ഇന്ന് വചനം കേട്ട ദൈവമക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഏത് വിഷയത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, ഇവരെക്കുറിച്ച് നാട്ടുകാർ എഴുതിയിരിക്കുന്ന വിധി മാറട്ടെ. ദൈവത്തിൻ്റെ കണ്ണിലൂടെ, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എന്താണ് ഇവരെക്കുറിച്ച് കണ്ടിരിക്കുന്നത്, അത് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ലോകത്തിൻ്റെ വിധികളെല്ലാം മാറട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്ന കർത്താവ് കൃപയിൽ പൊതിയണം, അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ വിലയേറുന്ന നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.